ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ സിനിമ പുഴ മുതൽ പുഴ വരെ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും. 1921 മലബാർ ലഹള പ്രമേയമാക്കി രാമസിംഹൻ സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിലെ 86 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യുന്നത്. 1921 മലബാർ ലഹള പ്രമേയമാക്കിയാണ് രാമസിംഹൻ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രീകരണം മുതൽ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ സിനിമയാണ് പുഴ മുതൽ പുഴ വരെ. മലബാർ ലഹളയിൽ കൊല്ലപ്പെട്ട അറിയപ്പെടാത്ത നൂറുകണക്കിന് നിസ്സഹായരുടെ ജീവിതമാണ് പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതെന്ന് സംവിധായകൻ പറഞ്ഞു. മമധർമ്മ എന്ന ബാനറിലൂടെ ക്രൗഡ് ഫണ്ടിംഗ് വഴിയാണ് രാമസിംഹൻ ഈ ചിത്രം നിർമ്മിച്ചത്. കാന്താരയും മാളികപ്പുറവും ഏറ്റെടുത്ത പ്രേക്ഷകർ ഈ സിനിമയും ഏറ്റെടുക്കുമെന്ന് സംവിധായകൻ രാമസിംഹൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ ന്യൂജൻ സിനിമ വന്നപ്പോൾ പിന്നെ അച്ഛനും അമ്മയും പെങ്ങളും ഒന്നും വേണ്ടാത്ത കാലഘട്ടമായി. പിന്നെ 2 കഞ്ചാവ് അടിച്ചാലേ സിനിമ വരൂ എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കാത്ത തെറികളൊക്കെ ഞാൻ തിയേറ്ററിൽ കേൾക്കാൻ തുടങ്ങി. കാന്താര മുതലാണ് ശരിക്കും ഫാമിലി തിരിച്ച് കാന്താരയ്ക്ക് വന്നു, നമ്മുടെ മാളികപ്പുറത്തിന് വന്നു. അതും നല്ല ട്രെൻഡാണ്. ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്നോ ഇല്ലെന്നല്ല, നാളെ ഒരു ഫാമിലി ഓഡിയൻസിലേക്കുള്ള ഒരു മാറ്റം സിനിമയ്ക്കുണ്ടാവും. പിന്നെ ചിലരൊക്കെ ഇപ്പോൾ തന്നെ കുറി തൊടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതും നല്ല കാര്യമാണ്. 2021 ഫെബ്രുവരി 20 വയനാട്ടിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. ചിത്രത്തിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയായി വേഷമിടുന്നത് തലൈവാസൽ വിജയിയാണ്. ജോയ് മാത്യുവും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.